കോട്ടയം തലക്കുളം പഞ്ചായത്തിൽ മേലമ്പാറയിൽ കൊച്ചോലിക്കൽ വീട്ടിൽ VM രഞ്ജിത്ത് ശരിക്കും വയനാട് പുൽപ്പള്ളി വാഴവിളയിൽ മുരളീധരൻ പിള്ളയുടെയും രമണിയുടെയും മകനാണ്. ഒരു വർഷം മുമ്പ് വയനാട്ടിൽ നിന്നും ഭാര്യ വീടായ മേലമ്പാറയിലേക്ക് താമസം മാറിയപ്പോൾ കൂടെ കൊണ്ടുവന്നതാണ് ഈ പക്ഷിലോകം. +2 ധാരിയും 26 വയസ്സുകാരനുമായ രഞ്ജിത്ത് 6 വർഷം മുമ്പ് കർഷകനായതാണ്. തുടക്കം പറമ്പിലെ കൃഷിയിലായിരുന്നു, പിന്നെ പക്ഷികളിലേക്ക് തിരിഞ്ഞു. ഒരേക്കറിൽ വയനാട്ടിൽ പാറി നടന്ന പക്ഷികളാണ് ഇവിടെ കോട്ടയത്തിന്റെ പുതിയ കാലാവസ്ഥയിൽ 5 സെന്റിലെ അതിഥികളായി സസുഖം ജീവിക്കുന്നത്. ലോകോത്തര നിലവാരമുള്ള തത്തകളാണ് രഞ്ജിത്തിന്റെ മാസ്റ്റർ പീസ്. വെറൈറ്റീസ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്പീഷീസ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വലുത് നോക്കിയാൽ മെക്കാവസ് ചെയ്യലുണ്ട്, പിന്നെ ഗ്രേസ്, ആമസോൺ, കൊന്യൂ സ്പീഷീസ്, ലോറിക്കീറ്റ്സ്, ലോറീസ് എല്ലാം ചെയ്യും. പിന്നെ ചെറിയ പാരക്കീറ്റ്സ് അല്ലാത്ത വെറൈറ്റിയിൽ ഡൗസ് അങ്ങനെയുള്ള വെറൈറ്റീസൊക്കെ ചെയ്യലുണ്ട്. ഓർണമെൻ്റൽ ഫിഷസ്, കുറച്ച് റെയർ ആയിട്ടുള്ള ഫിഷസൊക്കെ ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഞാൻ ബ്രീഡ് ചെയ്യുന്നില്ലെങ്കിലും അത് കൊണ്ടുവന്ന് നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ബ്രീഡിങ്ങിൽ ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊന്യൂർസ് ചെയ്യുന്നുണ്ട്, ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, അതിൻ്റെ കുറേ വെറൈറ്റീസ്, കോക്കറ്റെയിൽസ് ചെയ്യുന്നുണ്ട്, ഡൗസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിഞ്ചസ് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനുണ്ട്. ഫിഞ്ചസ് ഞാനിതുവരെ ചെയ്തിട്ടില്ല, ഫിഞ്ചസ് ചെയ്യണം എന്നുള്ളൊരിതുണ്ട്. ഇത്രയും വെറൈറ്റീസ് ബ്രീഡിങ്ങിലുണ്ട്. പിന്നെ ടേം ചെയ്യുന്ന ഹാൻഡ് റൈസിങ് ചെയ്യലുണ്ട്. ഇപ്പം പുറത്തുനിന്ന് ചെറിയ പാരറ്റ്സിൻ്റെ ചില സമയത്ത് ഡേ ഓൾഡ് ചിക്സൊക്കെ ആയിരിക്കും വരിക, 1 ദിവസം 2 ദിവസം പ്രായമുള്ള ചിക്സ് ആയിരിക്കും വരിക. അപ്പോൾ അവർ ഹാൻഡ് റൈസ് ചെയ്തിട്ട് വലുതാക്കിയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കലുണ്ട്. ഇത് ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവാണ്. എൻ്റെ ജന്മദേശം എന്ന് പറഞ്ഞാൽ മെക്സിക്കൻ ഇതിൽ വരും, സൗത്ത് അമേരിക്കൻ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ബേർഡാണ്. ഇത് ഇപ്പോൾ ഒരു 2 വയസ്സോളം പ്രായമുണ്ട്. നന്നായിട്ട് ഇണങ്ങിയാണ്, നന്നായിട്ട് സംസാരിക്കും. പിന്നെ മെക്കാവസിൽ കുറച്ച് ഏറ്റവും കൂടുതൽ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ബേർഡ് ബ്ലൂ ആൻഡ് ഗോൾഡാണ്. പൊതുവേ ബാക്കിയുള്ള മെക്കാവസ് നോക്കിയാൽ സ്കാർലറ്റ്, ബ്ലൂ ഗോൾഡ്, ഗ്രീൻ വിങ്, ആ ഒരു കാറ്റഗറിയിൽ ബ്ലൂ ഗോൾഡ് കുറച്ച് നല്ല ടോക്കറ്റീവാണ്, വളരെ ഫ്രണ്ട്ലിയാണ് ആൾക്കാരുമായിട്ട്. ഇത് ടോക്കിംഗ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ നന്നായിട്ട് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 200 to 300 വേർഡ്സൊക്കെ മെമ്മറൈസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് പാട്ടൊക്കെ പാടി നമ്മൾ ഡെയിലി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പാട്ടൊക്കെ പാടാനൊക്കെ പറ്റുന്നൊരു സ്പീഷീസായത്. ലൈഫ് സ്പാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 80 to 80 ഇയേഴ്സ് ആവറേജ് ലൈഫുണ്ട്. വൈൽഡിലാണെങ്കിൽ ഒരു 45-50 വർഷത്തിന് മേലെ ജീവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവരുടെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ 4.5 വർഷം എടുക്കും. 4.5 വർഷം കഴിഞ്ഞാൽ മെച്യൂർഡാണ്. ഒരു വർഷം ശരാശരി 2 പ്രാവശ്യം മുട്ടയിടും. ഒരു 2 കുഞ്ഞ് 3 കുഞ്ഞ് ആവറേജ് കിട്ടും ഒരു തവണ. ഫുഡ് ഹാബിറ്റ്സ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഗ്രീൻ പീ, ബാക്കിയുള്ള നട്ട്സ്, ഫ്രൂട്ട്സ് ആണെങ്കിൽ ആപ്പിൾ കൊടുക്കാം, ഓറഞ്ച് കൊടുക്കാം, ഗ്രേപ്സ് ഉണ്ട്. പിന്നെ അവർക്ക് തന്നെയുള്ള വേറെ ഹെൽത്ത് മിക്സ് ഇതുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഫെദർ കണ്ടീഷനൊക്കെ, ഫെദറിൻ്റെ കളറൊക്കെ കുറച്ച് കൂടും. പിന്നെ മെഡിക്കേഷൻ വെച്ച് നോക്കിയാൽ ഇയർലി 2 പ്രാവശ്യം ഡീവോം ചെയ്യണം. ഡീവോം ചെയ്തില്ലെങ്കിൽ പ്രോബ്ലമാണ്. പിന്നെ സാധാരണ കൊടുക്കുന്ന പോലെ കാൽഷ്യം സപ്ലിമെൻറ്റ്സ്, വൈറ്റമിൻസ്, വൈറ്റമിൻ എ, ബി കോംപ്ലക്സ് എല്ലാം കൊടുക്കും. ഇതിന് വില എന്ന് പറയുന്ന ആവറേജ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് നന്നായിട്ട് ഇണങ്ങിയതാണെങ്കിൽ ഒരെണ്ണം ഒരു 75,000 രൂപ മുതൽ മുകളിലേക്ക് ഒരു 1,10,000 രൂപ വരെ വില വരും ഒരെണ്ണത്തിന്. പിന്നെ കേജ് നമ്മൾ സാധാരണ ഇതുപോലെ ഇണങ്ങിയ ബേർഡ്സ് ആണെങ്കിൽ ഒരുപാട് വലിയ സ്പേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബ്രീഡിംഗ് കൺസെപ്റ്റിലേക്ക് മാറുകയാണെങ്കിൽ ഒരു പെയർ ഇപ്പോൾ ഒരു മെയിലിനും ഒരു ഫീമെയിലിനും കൂടെ നമ്മളൊരു ആവറേജ് ഒരു 10 feet സ്ക്വയർ സ്ഥലം വേണം. പിന്നെ നെസ്റ്റിങ്ങിനുള്ള ബോക്സസ് നമ്മൾ ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു 4.5 വർഷം കഴിയുന്നതോടെ ഒരു ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഇത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്.
പറവൂർ ഭരതന്റെ ജന്മനാട് ഏതെന്ന ചോദ്യം പോലെ ഇവൾ എവിടുത്തുകാരിയാണെന്ന് ചോദിക്കേണ്ട, പേരിൽ തന്നെ ജന്മനാടുണ്ട്, ആഫ്രിക്ക. പരിശീലിപ്പിച്ചെടുത്താൽ മനുഷ്യനെ പോലെ കലപില വർത്തമാനം പറയാൻ ഒരു മടിയുമില്ല. അതും 5 മാസമാകുമ്പോഴേക്കും ഏത് ഭാഷയും ഈ കൂട്ടർക്ക് വഴങ്ങി തുടങ്ങും. സാധാരണ ഇതിപ്പോൾ 3 മാസമായിട്ടുള്ളൂ ഈ കുട്ടി. സാധാരണ ഒരു 5 മാസം 6 മാസം കഴിയുമ്പോഴത്തേനും വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. അവരുടെ ഒരു മെമ്മറി പവർ എന്ന് വെച്ചാൽ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് ഒരു 300-400 വാക്കുകൾക്ക് മേലെ വരെ അവർ മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് പറയുന്ന ഒരു രീതി. അതേപോലെ പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യും ഓരോ ഇതും. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ശബ്ദങ്ങൾ, അതേപോലെ മറ്റ് പക്ഷികളുടെ സൗണ്ട്, അങ്ങനെയുള്ളതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മൈൻഡിൽ പിടിച്ചിട്ട് പെട്ടെന്ന് അത് സംസാരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കലുണ്ട്. ഇവരുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാലൊരു 35 to 40 ഇയേഴ്സ് വരെ അവർ സാധാരണ ജീവിക്കും. മെച്യൂരിറ്റി 4.5 ഇയേഴ്സ് വരെ വരും. 5 ഇയേഴ്സിലാണ് സാധാരണ അവർ ബ്രീഡിങ് സ്റ്റാർട്ട് ആവുക. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഈ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ മോണോഗമസ് ആണ്. ഫസ്റ്റിലെ ഉള്ള ഒരു മെയിലിനെ തന്നെ അവർ അവസാനം വരെ അവർ കീപ്പ് ചെയ്യത്തുള്ളൂ. ആ മെയിൽ ചത്തുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫീമെയിലിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു പെയർ സെറ്റിങ് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് അങ്ങനെ ഒരു പെയറിലേക്ക് സെറ്റാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രീഡിങ്ങും കുറച്ച് റിസ്ക്കാണ്. ആ ഒരു മെയിൽ ഫീമെയിൽ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ വളരെ പെട്ടെന്ന് അവർക്ക് കിട്ടത്തില്ല. സാധാരണ നമ്മുടെ ഒരുവിധപ്പെട്ട ഒരു 80 to 85% ബേർഡ്സും ഇന്ത്യയിലുള്ള എല്ലാ ക്ലൈമറ്റിലും സെറ്റാവുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ ബ്രീഡിങ്ങിനൊന്നും അവരുടെ പ്രശ്നം ഇല്ല. പിന്നെ ചെറിയ ചിക്ക് സ്റ്റേജിലുള്ളപ്പോൾ നമ്മൾ കുറച്ച് കെയർ കൊടുത്താൽ മതി. വേറെ അല്ലാതെ വളരെ കാര്യമായിട്ടുള്ള മെഡിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഇണങ്ങിയ ഒരു ബേർഡിന് ആവറേജ് ഒരു 30,000 രൂപ മുതൽ 35,000 രൂപ വരെ വില വരുന്നുണ്ട് ഇണങ്ങിയിട്ടുള്ളതാണെങ്കിൽ. ഇണങ്ങാത്ത ഒരു മെയിൽ ഫീമെയിൽ ആയിട്ടുള്ള ഒരു പെയറിംഗ് ആണെങ്കിൽ ഒരു 35,000 മുതൽ ഒരു 40,000 വരെ ഒരു പെയറിന് റേറ്റ് വരും. ഇതിലും മെയിൽ ഫീമെയിൽ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് വിഷ്വലി നമുക്കവരെ സെക്സ് ചെയ്യാൻ കഴിയില്ല. ആകെയുള്ളൊരു മാർഗ്ഗം ഈ DNA സെക്സിങ് മാത്രമേ ഉള്ളൂ. സൗത്ത് അമേരിക്കക്കാരനായ കൊനീർ തത്തകൾ 8 വെറൈറ്റികൾ ഇവിടെയുണ്ട്. മഞ്ഞ തെച്ചിപ്പൂങ്കുല വിടർത്തിയ പുലരിയെക്കുറിച്ചുള്ള കവിഭാവന പോലെ മഞ്ഞ ചാലിച്ച സൂര്യശോഭയുമായി സൺ കൊനീർ, കവിളിൽ പച്ച കുത്തിയ ഗ്രീൻ സ്വീറ്റ് കൊനീർ, ബ്ലൂ ഗ്രീൻ കൊനീറും യെല്ലോ കൊനീറുമൊക്കെയായി അങ്ങനെ കൊനീർ കുടുംബം 8 തരക്കാർ. 35,000 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ വില മതിക്കും ഇവർക്ക്. ഇത് 2 തരം പാരക്കീറ്റ്സ് ആണ്. ഇത് സൺ കൊനീറിൻ്റെ ചിക്കാണ്. ഇത് ജാൻഡിയ എന്ന് പറഞ്ഞിട്ടുള്ള കൊനീറിൻ്റെ ചിക്കാണ് ഇയാൾ. ഇതിപ്പോൾ ഒരു 3 months ഓൾഡ് ആയിട്ടേ ഉള്ളൂ. തനിയെ കഴിക്കാനൊന്നും ആയിട്ടില്ല. വളരെ ചെറിയ കുട്ടികളാണ്. ഇവരുടെ നേറ്റിവിറ്റി എന്ന് പറയുമ്പം സൗത്ത് അമേരിക്കൻ ഇതിൽ വരും. പാരക്കീറ്റാണ്, പാരറ്റല്ല, പാരക്കീറ്റ് വെറൈറ്റിയിൽ വരുന്നതാണ്. സാധാരണ നമ്മൾ നന്നായിട്ട് ഈ ബേർഡ്സിനെ ഇണക്കിയെടുക്കണമെങ്കിൽ നമ്മളൊരു 20 days 30 days ആകുമ്പോൾ നമ്മൾ നെസ്റ്റ് ബോക്സിൽ നിന്ന് പുൾ ഔട്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ ഫീഡ് ചെയ്ത് കറക്റ്റ് ടെമ്പറേച്ചർ ലെവലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അവരെ റേസ് ചെയ്തുകൊണ്ട് വരിക ചെയ്യുക. ഈ കുഞ്ഞ് ഞാനിപ്പോൾ ഒരു 30 ദിവസമായപ്പം എടുത്ത് റേസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 3 മാസത്തോളം ആവാനായി. തനിയെ കഴിക്കാനായിട്ടില്ല, കഴിക്കാൻ ആയി വരുന്നേ ഉള്ളൂ. ഇനി ഒരു 15-20 ദിവസത്തോളം എടുക്കും തന്നെ കഴിക്കണമെങ്കിൽ. ഇത് ഗാല കോക്കറ്റു അല്ലെങ്കിൽ റോസ് ബ്രസ്റ്റഡ് കോക്കറ്റു എന്ന് പറയും. ഇതിൻ്റെ നേറ്റീവ് ഓസ്ട്രേലിയനാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സ്പീഷീസായത്. ഇവർ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാലൊരു 45 to 50 ഇയേഴ്സിനടുത്ത് ലൈഫ് സ്പാൻ ഉണ്ട്. ഇതിപ്പോൾ ഒരു 1.5 വയസ്സ് 2 വയസ്സായിട്ടേ ഉള്ളൂ ഈ ബേർഡ്. ഇത് ഫീമെയിലാണ്. ഇത് സാധാരണ കോക്കറ്റൂസിൻ്റെ പ്രത്യേകത നമ്മൾ മനുഷ്യരോട് ഒരുപാട് പെട്ടെന്ന് ഒരു ഇൻറ്റിമസി വരുന്നൊരു ബേർഡാണ്. ബാക്കിയുള്ള ബേർഡ്സിനെക്കാളും ടോക്കിംഗ് എബിലിറ്റി അത്ര കാര്യമായിട്ടില്ലെങ്കിലും ഇൻറ്റിമസി വളരെ നല്ല രീതിയിലുണ്ടാകും. ഇപ്പോൾ നമ്മൾ
നന്നായിട്ട് കെയർ കൊടുത്തില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബിഹേവിയറൽ പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ളൊരു ബേർഡായി കോക്കറ്റൂസ് എന്ന് പറയുന്നത്. ഇത് 2-3 വെറൈറ്റി ഫിഞ്ചസ് ഉണ്ട്. ഇത് ഗോൾഡിയൻ ഫിഞ്ചാണ്. ഇത് മെയിൽ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ ഇപ്പം. ഗോൾഡിയൻ ഫിഞ്ചസിൻ്റെ പ്രത്യേകത മെയിലിൻ്റെ കളറ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറായിരിക്കും ഉണ്ടാവും. ഫീമെയിലിന് അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ഉണ്ടാവില്ല. പിന്നെ ഇതിലുള്ളത് കോഡൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിഞ്ചാണ്. അതിൻ്റെ ബെല്ലി അതേപോലെ ഫേസ് ചീക്കെല്ലാം തന്നെ ഒരു ബ്ലൂ ഷെയ്ഡിലും ബാക്കി ബോഡി ഒരു ഗ്രേ കളറിലും വരും. പിന്നെ ഉള്ളത് വാക്സ് ബിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫിഞ്ചസ് ഉണ്ട് ഇതിൽ. വാക്സ് ബില്ല് ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കൻ നേറ്റിവിറ്റി ആയിട്ടുള്ളൊരു ഫിഞ്ചാണ് വാക്സ് ബില്ല്. അതിൽ ഇത് നോർമൽ ആഫ്രിക്കൻ ലവ് ബേർഡിൽ ഓപ്പലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഓപ്പലൈൻസ് ഇത് ബേബീസാണ്. ഇതിനെ അഡൽട്ട് സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഹെഡിൻ്റെ കളറ് നല്ല ഫുള്ളി റെഡായിട്ടുണ്ടാവും. ബോഡി ഫുള്ളായിട്ട് ഗ്രീൻ കളറിലും ഹെഡ് വന്നിട്ട് നല്ല ഫുൾ റെഡും ഉണ്ട്. ഇപ്പോൾ ഒരു സ്ലൈറ്റ് റെഡേ വന്നിട്ടുള്ളൂ. ഒരു 4 മാസം 5 മാസം കഴിയുമ്പോഴത്തേനും ഫുൾ റെഡ് കളറിലേക്ക് വരും. ഒരു മച്യൂരിറ്റി ഒരു 6 മാസം കഴിയുമ്പോഴത്തേനും മച്യൂർഡ് ആവും. പിന്നെ ഇത് സാധാരണ മാസ്ക് ലവ് ബേർഡാണ്. മാസ്ക് വെറൈറ്റി നോർമൽ ആഫ്രിക്കൻ ലവ് ബേർഡിൽ തന്നെ മാസ്ക് വെറൈറ്റി ആയത്. ഈ കേജിൽ കാണുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ പീച്ച് വെറൈറ്റിയിലെ പൈഡ് എന്ന് പറയും. കളർ പാറ്റേൺ നോക്കിയാൽ തന്നെ അറിയാം. സാധാരണ ആഫ്രിക്കൻ ലവ് ബേർഡിനെക്കാളും കളറിലുള്ള വ്യത്യാസമുണ്ട്. ആ ഒരു ഗ്രീനിഷ് യെല്ലോയിൽ ഗ്രീൻ ഷെയ്ഡ് വന്നിട്ട് പൈഡ് എന്നാണ് പറയുക. സാധാരണ ഈ ബേർഡ്സ് ഫീൽഡിലുള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും പൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. ഒരു ഹൈബ്രിഡ് ആ ഒരു വെറൈറ്റിയിലേക്കാണ് വരുന്നത്. നമ്മുടെ നാട്ടിലെ അരിപ്രാവിൻ്റെ കുടുംബക്കാരായ ഡൗസ് ആണ് ഇത്. സിൽവർ, ഗ്രേ, ചോക്ലേറ്റ് തുടങ്ങിയ വർണ്ണങ്ങളിലാണ് സാധാരണ ഇവരെ കാണുക. ഇങ്ങനെ ഈ 5 സെന്റിന്റെ അവകാശികൾ ഏറെയുണ്ട്. വയനാട്ടിലെ ചൊറ്റപ്പാലം വയൽ തീരത്തു നിന്നും കോട്ടയം മീനച്ചിലാറിന്റെ തീരത്തേക്ക് വിരുന്നു വന്നവർ. ഇത് അലിഗേറ്റർ ഗാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിഷാണ്. ഇതിൻ്റെ ശരിക്കും എൻ്റെ നേറ്റിവിറ്റി ആമസോൺ റിവേഴ്സിലായിരുന്നു മെയിനായിട്ട് കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരുപാട് നന്നായിട്ട് വളരുന്ന ഒരു ഫിഷാണ്. ആവറേജ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള ഏറ്റവും അതിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു 7.5 ഫീറ്റാണ് ലെങ്ത്ത്. വെയിറ്റ് വൈസ് നോക്കിയാൽ ഒരു 200 കിലോഗ്രാംസ് വരെ വെയിറ്റ് വരുന്നുണ്ട് ഈ ഫിഷിന്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് 1 വർഷമായി. ഇപ്പോൾ ഇത് 2.5 അടി നീളം ആയിട്ടുണ്ട്. ഒരു ഏകദേശം 2-2.5 കിലോ വെയിറ്റ് ഇപ്പം ഉണ്ട് ഇതിന്. പിന്നെ ഫുഡ് ഹാബിറ്റ്സ് ടോട്ടലി നോൺ വെജ് മീറ്റ് ഐറ്റംസാണ് കഴിക്കുക. ലൈവ് ഫിഷസിനെ കഴിക്കും. പിന്നെ കുറച്ച് അഗ്രസീവായിട്ടുള്ള ഫിഷായതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെറിയ കുട്ടികളുള്ള സ്ഥലത്തൊന്നും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ് ഇതിനുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ല, കൈ ഇടുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് കണ്ടുപിടിച്ചിങ്ങ് വരും. അപ്പം കുറച്ച് ഡേഞ്ചറസ് ആണ്. കുറച്ച് നോക്കി കൈകാര്യം ചെയ്യേണ്ട ഒരു ഫിഷുമാണ്. നേരെ മുന്നിൽ കൈ കൊണ്ടുപോകാൻ പറ്റില്ലെന്നേ ഉള്ളൂ. നേരെ മുന്നിൽ കൊണ്ടുപോയാൽ വേഗം കയ്യിൽ കയറി പിടിക്കും. സൈഡിൽ കൂടെയൊക്കെ നമുക്ക് അതിനെ തൊടുകയൊക്കെ ചെയ്യാം. ഒരുപാട് കുറച്ച് ഹൈറ്റിൽ കീപ്പ് ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും കൈയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കടിക്കുകയൊക്കെ ചെയ്യും.
ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ബേർഡ്സ് എല്ലാം ബ്രീഡ് ചെയ്യുന്നുണ്ട്. അപ്പം കുറേ സ്ഥലങ്ങളിൽ പോവും. പിന്നെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ബേർഡ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കൊണ്ട് വരും. സാധാരണ ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്തുണ്ട്. തമിഴ്നാട്ടിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ഫാമുകൾ, ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഫാമുകൾ ഒരുപാടുണ്ട്. അപ്പം അവിടെയൊക്കെ ഇങ്ങനെ പോകുമ്പം അവിടെയൊക്കെ നമ്മുടെ അടുത്തില്ലാത്ത വെറൈറ്റീസൊക്കെ കാണുകയാണെങ്കിൽ അതിനെ വാങ്ങും. ചിലപ്പോൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരതിനെ കൊണ്ടുപോകും.